തീരമേഖലയിലെ മലിനീകരണം നിയന്ത്രിക്കാൻ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ICGS സമുദ്ര പ്രതാപ് കമ്മീഷൻ ചെയ്തു. ഭാരതീയ തീരസംരക്ഷണ സേന വികസിപ്പിച്ചെടുത്ത കപ്പലിന്റെ കമ്മീഷനിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തമാകുന്ന ഭാരതത്തിന്റെ നേട്ടങ്ങൾക്ക് ഉദാഹരണമാണ് ICGS സമുദ്ര പ്രതാപ്. ഇന്ത്യൻ തീരദേശ സംരക്ഷണ സേനയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലാവുകയാണ് ICGS സമുദ്ര പ്രതാപ്. ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ. ഗോവ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച കപ്പലിന്റെ 60% സ്വദേശീയമായി വികസിപ്പിച്ചെടുത്ത ഘടകങ്ങൾ ഉപയോഗിച്ചാണ്. ഗോവയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കപ്പൽ ഭാരതത്തിന് സമർപ്പിച്ചു. इस शिप की एक और खास बात यह है कि इसमें 60% से अधिक इंडिजिनस मटेरियल्स का ही उपयोग हुआ है. यह अपने आप में आत्मनिर्भर भारत की दिशा में बढ़ता हुआ यह एक मजबूत कदम है. हमारे मेक इन इंडिया इनिशिएटिव्स का असली अर्थ ऐसे ही प्रोजेक्ट्स में दिखाई देता है. 114 മീറ്റർ നീളവും 4200 ടൺ ഭാരവുമുള്ള ചെറുകപ്പലാണിത്. കടൽ മലിനീകരണം നിയന്ത്രിക്കാനും എണ്ണച്ചോർച്ച പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ അതിവേഗം ഇടപെടാനും കപ്പലിന് സാധിക്കും. ആധുനിക സെൻസറുകൾ, മലിനീകരണ സെൻസറുകൾ, തീ നിയന്ത്രണ വിധേയമാക്കുന്ന സംവിധാനം തുടങ്ങിയവയാൽ സജ്ജമാണ് സമുദ്രപ്രതാപ്. 22 നോട്ട് വേഗത കൈവരിക്കാനും അതോടൊപ്പം 6000 നോട്ടിക്കൽ മൈൽ തുടർച്ചയായി സഞ്ചരിക്കാനും കപ്പലിന് സാധിക്കും. സമുദ്രപ്രതാപിന്റെ വരവോടെ സമുദ്ര സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും കൂടുതൽ ശക്തമാക്കാൻ ഭാരതത്തിന് സാധിക്കും. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത, പ്രതിരോധ നിർമ്മാണ നയത്തിനു കൂടി ഊർജം പകരുന്നതാണ് സമുദ്രപ്രതാപ്. നാഷണൽ ഡെസ്ക്, ജനം.